തുടക്കം എന്ന് പറയുന്ന ഫിലിം റിലീസായതിനു ശേഷം ആളുകൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു, ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. സിനിമയെ വളരെ സീരിയസ് ആയിട്ട് കീറി മുറിക്കുന്ന ആളുകളും ഈ പറഞ്ഞ പ്രേക്ഷകരും ഒക്കെ തന്നെ വിസ്മയുടെ സിനിമയെ പറ്റി സംസാരിക്കുമ്പോൾ അതൊരു പുതുമുഖ നടിയുടെ അല്ലെങ്കിൽ വിസ്മയുടെ ഫസ്റ്റ് ഫിലിമല്ലേ, അതിൽ ഈ പറയുന്ന ഭയങ്കര പെർഫെക്ഷൻ ഒന്നുമില്ല, എന്നിരുന്നാൽ പോലും നല്ലൊരു സിനിമയാണ്, നല്ലൊരു അറ്റംപ്റ്റ് ആണ്. വിസ്മയ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ടായിരിക്കും മോഹൻലാലിന്റെ മകൾ എന്നുള്ള അമിത പ്രതീക്ഷയുടെ ഭാരമില്ലാതെ വിസ്മയെ കാണാൻ തയ്യാറായിട്ടുണ്ടാവുക? വിസ്മയുടെ തുടക്കം എന്ന് പറയുന്ന ഒരു ഫിലിം വരുമ്പോൾ സാക്ഷാൽ മോഹൻലാലിന്റെ മകളുടെ സിനിമ വരുന്നു എന്ന ചിന്തയിൽ നിന്നും വിസ്മയുടെ സിനിമയാണ് തുടക്കം, അതും ഒരു പുതുമുഖ നടിയുടെ സിനിമയാണ് ഈ തുടക്കം എന്നും ആളുകൾക്ക് കരുതണമെങ്കിൽ അതൊരു വലിയ ജേർണിയാണ്. ഇതൊരു മൂവി റിവ്യൂ ആയിരിക്കില്ല, വിസ്മയുടെ പേഴ്സണൽ ബ്രാൻഡിങ്. വിസ്മയ മോഹൻലാൽ എന്ന സ്റ്റാർ കിഡിന്റെ തുടക്കം എന്ന സിനിമ വരാൻ പോകുന്നു എന്നതിൽ നിന്നും വിസ്മയ എന്ന വ്യക്തിയുടെ തുടക്കം എന്ന് പറയുന്ന സിനിമ റിലീസ് ആവുന്നു എന്നൊരു ചിന്തയിലേക്ക് നയിച്ച പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ ഒരു ജേർണിയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. ആദ്യം നമ്മൾ വിസ്മയെ എങ്ങനെയാണ് കണ്ടത്? വിസ്മയ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ വിസ്മയെ മനസ്സിലാക്കിയത്? സാക്ഷാൽ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ. മോഹൻലാലിന്റെ മകൾ എന്ന് പറയുന്നത് വലിയൊരു ഐഡന്റിറ്റി ആയിരുന്നു. അത് തന്നെയാണ് വിസ്മയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജും ഒരു തരത്തിൽ ഡിസഡ്വാൻറ്റേജും. കാരണം മലയാളികൾക്ക് മോഹൻലാലിനോട് ഡെക്കേഡ്സിന്റെ ഇമോഷണൽ കണക്ഷൻ ഉണ്ട്. മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ കരിയർ, അദ്ദേഹത്തിന്റെ സക്സസ്, അദ്ദേഹത്തിന്റെ ഫാമിലി ലൈഫ്, അദ്ദേഹത്തിന്റെ ഫിലോസഫി, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ചേർന്ന മോഹൻലാൽ എന്ന് പറയുന്ന ബ്രാൻഡിനോടുള്ള ക്യൂരിയോസിറ്റിയും എക്സൈറ്റ്മെന്റും സ്നേഹവും ഒക്കെയാണ് മലയാളികൾക്ക് എല്ലാ കാലത്തും ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ബ്രാൻഡ് ഐഡന്റിറ്റിയുടെ ഭാഗമായിട്ടാണ് വിസ്മയ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. മോഹൻലാലിന്റെ മകളായ വിസ്മയ മോഹൻലാൽ, ഇതായിരുന്നു വിസ്മയുടെ ആദ്യത്തെ ഐഡന്റിറ്റി. ഓർക്കുകയാണെങ്കിൽ ആദ്യം ഫിലിം അനൗൺസ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഐഡന്റിറ്റി. പക്ഷേ വിസ്മയ്ക്ക് അതോടൊപ്പം വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു സൂപ്പർ സ്റ്റാറിന്റെ മകളാണ്, ആളുകളുടെ പ്രതീക്ഷയുടെ ഭാരം അമിതമായിരിക്കും, ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടാവും, ജഡ്ജ്മെന്റും ഉറപ്പായിട്ടുണ്ടാവും. എങ്ങനെയായിരിക്കും വിസ്മയെ കാണാൻ, എങ്ങനെയായിരിക്കും വിസ്മയുടെ ഡ്രസ്സിങ്, എങ്ങനെയായിരിക്കും വിസ്മയെ സംസാരിക്കുന്ന, പ്രോപ്പർ സ്റ്റാർ കിഡിനെ പോലെ ഭയങ്കര ജാടയൊക്കെ ഇട്ട്. നമ്മൾ ഈ സാധാരണക്കാരെ പറ്റിയോ അവരുടെ ജീവിതത്തെ പറ്റിയോ ഒന്നും യാതൊരുവിധ അറിവുമില്ല, കോടിക്കണക്കിന് പണം സമ്പാദിച്ച അതിനൊത്ത ജീവിത നിലവാരത്തിൽ ജീവിച്ചു വരുന്ന ഒരു സ്റ്റാർ കിഡ്, ഒരു ടിപ്പിക്കൽ സ്റ്റാർ കിഡിനെ പോലെ ആയിരിക്കോ വിസ്മയ ബിഹേവ് ചെയ്യുന്നത്? അതോ ഈ പ്രണവ് മോഹൻലാലിനെ പോലെ വളരെ നൈസായിട്ടുള്ള ഒരു സാധാരണ മനുഷ്യനെ പോലെ ആയിരിക്കോ വിസ്മയ പെരുമാറുക? ഇങ്ങനെയുള്ള പല ജഡ്ജ്മെന്റും ചോദ്യങ്ങളുമായിരുന്നു പല ആളുകൾക്കും വിസ്മയെ പറ്റി ഉണ്ടായിരുന്നത്. പക്ഷേ ആ ഇമേജ് ഒന്നും വിസ്മയെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ല. ഒരു സ്റ്റാർ കിഡ് എന്ന ലേബിളിൽ നിൽക്കുന്ന വിസ്മയെ നമ്മൾ ഓഡിയൻസ് നോക്കിക്കണ്ടപ്പോൾ നമുക്ക് തോന്നിയ ചില തോന്നലുകൾ മാത്രമായിരുന്നു. പിന്നെ വിസ്മയുടെ ഇന്റർവ്യൂസ് വരാൻ തുടങ്ങി. അവിടെയാണ് യഥാർത്ഥത്തിൽ കഥ മാറി തുടങ്ങുന്നത്. ഒരു സ്റ്റാർ കിഡ് എന്ന നിലയിൽ വിസ്മയ്ക്ക് ലഭിക്കേണ്ടിയിരുന്ന പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. വളരെ പോളിഷ്ഡ് ആയിട്ട് മീഡിയ അഡ്രസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ലഭിക്കേണ്ടിയിരുന്ന മീഡിയ ട്രെയിനിങ് ഒക്കെ വിസ്മയ്ക്ക് ഈസി ആയിട്ട് തന്നെ കിട്ടുമായിരുന്നു. വളരെ സാധാരണക്കാരിയായ, സാധാരണക്കാരെ പോലെ സംസാരിക്കുന്ന, സാധാരണയായി മിക്ക മനുഷ്യരും ഒരു മീഡിയയുടെ മുന്നിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന എല്ലാ നെർവസ്നെസ്സും ഉള്ള പോളിഷ്ഡ് അല്ലാത്ത സാധാരണക്കാരിയായ റിയൽ ആയ വിസ്മയാണ് നമ്മൾ കണ്ടത്. വിസ്മയ സംസാരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. വിസ്മയ ഒരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ടും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു സംസാര രീതി ആയിരുന്നില്ല. വിസ്മയ വളരെ നെർവസ് ആയിരുന്നു. സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരുപാട് ആലോചിക്കുന്നുണ്ടായിരുന്നു. പറയുന്ന കാര്യങ്ങൾ ചെറുതായിട്ട് തെറ്റിപ്പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിസ്മയ എന്ന് പറയുന്ന മോഹൻലാലിന്റെ മകൾ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുക എന്നുള്ള അമിത പ്രതീക്ഷ ഉള്ളതുകൊണ്ട് തന്നെ പല ആളുകൾക്കും ഇത് അത്രയ്ക്ക് ദഹിച്ചിട്ടുണ്ടായിരുന്നില്ല. കണ്ണിൽ ചോരയില്ലാതെ അവരെ വിമർശിക്കുന്ന ഒരുപാട് കമന്റുകൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. മറുവശത്ത് അവർക്ക് സാധാരണയായി ഉണ്ടാവുന്ന ഒരു ഭയമല്ലേ, അവർക്ക് ഫസ്റ്റ് സിനിമയാണ്, അവർ ഈ പറയുന്ന പോലെ മീഡിയയുടെ മുന്നിൽ തന്നെ നിന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയല്ല, അതിൻ്റെതായ പരിഭ്രാന്തികളൊക്കെ കാണിക്കുന്നതിൽ എന്താണ് ഇപ്പോൾ തെറ്റോ? ഇതൊക്കെ മനുഷ്യ സഹജമായിട്ടുള്ള അവസ്ഥകളല്ലേ എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചു. ചിലരൊക്കെ ഇത്രയും പ്രായമായിട്ടും എന്തിനാണ് ഇങ്ങനെ കുട്ടിയെ പോലെ പെരുമാറുന്നത് എന്ന് ചോദിക്കുമ്പോൾ മറുവശത്ത് അവർ വളരെ ജെന്യൂൻ ആയിട്ടാണ് സംസാരിക്കുന്നത്. യാതൊരുവിധ ഷോ ഓഫും ഇല്ല. അവർ എത്ര സിൻസിയർ ആയിട്ടാണ് ഓരോ കാര്യങ്ങളും നമ്മളോട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് ആളുകൾ പറഞ്ഞത്. പ്രണവ് മോഹൻലാലിന് നമ്മൾ ഇഷ്ടപ്പെട്ട ചില ഫാക്ടർ, സിംപ്ലിസിറ്റി, ഒരു സ്റ്റാർ കിഡ് എന്നുള്ള പ്രിവിലേജസ് ഒന്നും കൂടാതെയുള്ള സംസാര രീതി തുടങ്ങിയിട്ടുള്ളതെല്ലാം വിസ്മയെ കൂടുതൽ ആകർഷിക്കുവാനായിട്ട് ഒരു ഘടകമായിട്ട് മാറി. ഇവിടെയാണ് പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ വലിയൊരു സൈക്കോളജിയെ നമ്മൾ കാണുന്നത്. ഒരേ ബിഹേവിയറിനെ ആളുകൾ രണ്ട് രീതിയിൽ കാണും. ചിലർക്ക് ഇവർ ജെന്യൂൻ ആയിട്ട് തോന്നും, ചിലർക്ക് ഇവർക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതായിട്ട് തോന്നും, ചിലർക്ക് ഇവർക്ക് കുറച്ചും കൂടെ നന്നായിട്ട് വന്നിരുന്ന് സംസാരിക്കായിരുന്നു എന്ന് തോന്നും, ചിലർക്ക് ഇത് മനുഷ്യത്വപരമായിട്ടുള്ള ആളുകളുടെ അവസ്ഥയായിട്ട് തോന്നും, ചിലർക്ക് ഇവരെ ഒരുപാട് കണക്ട് ചെയ്യാനായിട്ട് തോന്നും, ചിലർക്ക് ഇവരോടുള്ള ഓവർ എക്സ്പെക്ടേഷൻ കാരണം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല തോന്നും. എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള ചിന്തകൾ കണ്ടിരുന്ന ഓഡിയൻസിന് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ കാര്യം എടുക്കുമ്പോൾ ഒരു വ്യക്തിയെ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ഓഡിയൻസ് കാണണം എന്ന് പറയുന്നതല്ല സക്സസ് പോയിന്റ്. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അവരെ കണക്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സക്സസ് പോയിന്റ്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ വിസ്മയുടെ
പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ സക്സസ്ഫുൾ ആയി. അതായത് നമ്മൾ മലയാളികൾ ഒരു സ്റ്റാർ കിഡിനെയോ ഒരു സിനിമാ നടിയോ കണ്ടിരുന്ന രൂപരേഖകൾക്കപ്പുറത്തേക്ക് ഇങ്ങനെയൊക്കെയാണ് പെരുമാറുക, ഇങ്ങനെയൊക്കെയാണ് വസ്ത്രം ധരിക്കുക, ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുക, ചിരിക്കുക തുടങ്ങിയിട്ടുള്ള യാഥാസ്ഥിതികമായ കാഴ്ചപ്പാടുകൾക്കപ്പുറത്തേക്ക് ഒരു സാധാരണ മനുഷ്യരായിട്ട് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെയുള്ള സാധാരണ മനുഷ്യരായിട്ട് അവരെ കാണാനായിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചിന്താഗതി കൂടുതൽ ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ വിസ്മയെ ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ് ആയിട്ട് പല ആളുകളും അക്സെപ്റ്റ് ചെയ്തു തുടങ്ങി. വളരെ സാധാരണക്കാരിയായ എല്ലാ പരിഭ്രാന്തികളും ഭയവും ടെൻഷനും ഒക്കെയുള്ള ഒരു സാധാരണ വ്യക്തി. ചുരുക്കം പറഞ്ഞാൽ പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ സക്സസ് എന്ന് പറയുന്നത് ആളുകൾ ഏതു തരത്തിലാണ് ആ വ്യക്തിയെ പെർസീവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിന് മുതൽക്കൂട്ടായ മറ്റു ചില കാര്യങ്ങളും കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് കേട്ടപ്പോൾ വിസ്മയ മോഹൻലാലിന്റെ മകളെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഈ ആരാണ് ഈ വിസ്മയെ പറ്റി ആർക്കും അറിയില്ല. സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പോസ്റ്റുകളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരാളല്ല. മോഹൻലാലിന്റെ കൂടെ എല്ലാ ഫംഗ്ഷനും കാണുന്ന ഒരു മുഖവുമല്ല. അതുകൊണ്ട് തന്നെ വിസ്മയ എങ്ങനെയുള്ള ആളാണ്, എങ്ങനെയാണ് സംസാരിക്കുക, എങ്ങനെയുള്ള ചിന്താഗതിയുള്ള ആളാണ്, ഇതിനൊക്കെയുള്ള ഉത്തരം ഈ പറയുന്ന ഇന്റർവ്യൂകളിലൂടെ ആളുകൾക്ക് കിട്ടിക്കഴിയും. വിസ്മയ്ക്ക് മോഹൻലാൽ എങ്ങനെയുള്ള ഒരു അച്ഛനാണ്, പ്രണവിന് വിസ്മയ എങ്ങനെയുള്ള ഒരു സിസ്റ്ററാണ്, വിസ്മയ്ക്ക് അമ്മയുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്, വിസ്മയ്ക്ക് ആദ്യത്തെ ഫിലിമിലേക്ക് വരാനുള്ള ഒരു ജേണി എന്തായിരുന്നു, ആ ഫിലിം സെറ്റിൽ വിസ്മയ എങ്ങനെയായിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത്, വിസ്മയെ സംബന്ധിച്ച് ഈ സിനിമ റിലീസ് ആകുമ്പോൾ ഇപ്പോൾ ഉള്ള മാനസികാവസ്ഥ എന്താണ്, ഇതിനെപ്പറ്റിയൊക്കെയുള്ള ധാരണ ഈ ഇന്റർവ്യൂകളിലൂടെയൊക്കെ ആളുകൾക്ക് കിട്ടിക്കഴിഞ്ഞു. അതായത് സംഭാഷണത്തിന്റെ സെന്റർ ആയിരുന്ന മോഹൻലാൽ എന്ന ഘടകത്തിനപ്പുറത്തേക്ക് വിസ്മയ എങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്ന് ആളുകൾക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു. ഇതാണ് ഏറ്റവും വലിയ ട്രാൻസ്ഫർമേഷൻ. അതോടൊപ്പം ഇതിനെ അനുകൂലിച്ച മറ്റൊരു ഫാക്ടറായിരുന്നു ഇന്റർവ്യൂ. അതിന്റെ ഒരു ഫോർമാറ്റും കൂടെ ഇതിന് ഏറ്റവും നല്ല രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പുതുമുഖ നടിയുടെ ആദ്യത്തെ സിനിമയ്ക്ക് ഒരിക്കലും അവരുടെ ഫാമിലി മെമ്പേഴ്സ് ഒന്നും വരേണ്ട ആവശ്യമില്ല. മോഹൻലാൽ അതിൽ അഭിനയിച്ച കോ ആക്ടർ എന്ന നിലയിലാണ് വന്നിരുന്നെങ്കിൽ പോലും അവിടെ നമ്മൾ കണ്ടിരുന്നത് മോഹൻലാൽ എന്നുള്ള അച്ഛനെയാണ്. സാധാരണ ഒരു ഇന്റർവ്യൂവിൽ എങ്ങനെയാണ്, ഇതാണ് സിനിമ, ഇതാണ് ഞങ്ങളുടെ പുതുമുഖ നടി, ഇവരാണ് ഇതിൽ ഈ ഒരു റോൾ ചെയ്യാൻ പോകുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് പറഞ്ഞു വെക്കും. എന്നാൽ ഈ ഇന്റർവ്യൂവിലൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞത് വിസ്മയ എന്നുള്ള വ്യക്തിക്കപ്പുറം മോഹൻലാലിനെ വിസ്മയ എങ്ങനെയാണ്, സുചിത്രയ്ക്ക് വിസ്മയ എങ്ങനെയാണ് ഇവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചത്, മോഹൻലാലിന്റെ കോൺട്രിബ്യൂഷൻ എത്രത്തോളം വിസ്മയക്ക് ഈ സിനിമയിൽ അഭിനയിക്കുന്നതിന് വേണ്ടിയിട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ റീസെന്റ് നടന്ന ഒരു പ്രൊട്ടസ്റ്റിനെ അനുകൂലിച്ച് വിസ്മയ ഇട്ടിരുന്ന ഒരു പോസ്റ്റിനെ ചൊല്ലിയുണ്ടായിരുന്ന കോൺട്രവേഴ്സിയെ പറ്റി ചോദിക്കുമ്പോൾ വളരെ ധൈര്യത്തോടു കൂടി തന്നെ ആ സ്റ്റാൻഡിനെ ക്ലിയർ ചെയ്യുന്നതും നമ്മൾ കണ്ടു. ഈ പറയുന്ന ഘടകങ്ങളൊക്കെയാണ് സംസാരിച്ചിരുന്നതെങ്കിലും നമ്മളൊക്കെ കണ്ടത് വിസ്മയ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. ഇഷ്ടപ്പെടാനുള്ള പല കാരണങ്ങളും ആ ഇന്റർവ്യൂവിൽ നിന്നും ഓഡിയൻസിന് കിട്ടിക്കഴിഞ്ഞിരുന്നു. ഇതിൽ മോഹൻലാലിന്റെ പങ്ക് വളരെ വലുതാണ്. ചില ഇന്റർവ്യൂവിലൊക്കെ മീഡിയ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു അച്ഛനായിട്ടാണ് നമ്മൾ ലാലേട്ടനെ കണ്ടത്. അത് പലരിലും വലിയൊരു ഇമോഷണൽ മൊമെന്റ് ആണ് ക്രിയേറ്റ് ചെയ്തത്. സൂപ്പർ സ്റ്റാർ ആയ മോഹൻലാലിനെ അല്ല, ഒരു അച്ഛനെയാണ്. മകൾക്ക് നേരെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഏതൊരു അച്ഛനും എതിർക്കേണ്ട രീതിയിൽ എതിർത്ത മോഹൻലാലിനെ. വിസ്മയക്കുള്ള സ്വീകാര്യത ഇത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കൂടുതൽ ആളുകൾക്ക് വിസ്മയെ കണക്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. നമ്മൾക്ക് അധികം മീഡിയയിൽ കാണാൻ കിട്ടാത്ത, ഇന്റർവ്യൂസിൽ ഒന്നും തന്നെ വരാത്ത പ്രണവ് മോഹൻലാലിനെ നമുക്ക് സിനിമയുടെ ലോഞ്ചിങ്ങിൽ കാണാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ റിലീസ് ദിവസവും പ്രണവ് മോഹൻലാലിനെ കാണാൻ സാധിച്ചു. ഇതൊക്കെ ആളുകൾക്ക് ഈ സിനിമയോടും വിസ്മയോടും ഇഷ്ടവും ക്യൂരിയോസിറ്റിയും ജനിപ്പിക്കുന്നതിന് കാരണമായിട്ട്. വിസ്മയ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ പ്രണവ് മോഹൻലാലിനെ പോലെയാണോ അതോ ജാടയാണോ എന്നൊക്കെയുള്ള തോന്നലുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ തോന്നലുകളൊക്കെ മാറിയപ്പോൾ പ്രണവും വിസ്മയും വളരെ സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ ഇടയിലുള്ള രണ്ട് കുട്ടികളാണ്. ലാലേട്ടന്റെ സ്റ്റാർ കിഡ് പരിവേഷങ്ങളൊന്നും ഇല്ലാത്ത സാധാരണക്കാരായ വളരെ ജെന്യുവിനായിട്ട് സംസാരിക്കുന്ന രണ്ട് മനുഷ്യർ എന്നുള്ള ഇമ്പാക്ട് കിട്ടി. നമ്മൾ കണ്ടതാണ് സോഷ്യൽ മീഡിയയിലൊക്കെ. മോഹൻലാൽ എത്ര സിമ്പിളായിട്ടാണ് ആ രണ്ട് മക്കളെ വളർത്തി വെച്ചിരിക്കുന്നത്. അവർക്ക് ഈ യാതൊരുവിധ ജാടയില്ല. അവർ എന്ത് സിമ്പിളായിട്ടാണ് ആളുകളോട് സംസാരിക്കുന്നത്. അതായത് പലരെയും കാണുന്ന പോലെ ഈ റിയാലിറ്റിയിലൊന്നും ജീവിക്കാത്ത, മറ്റൊരു തലത്തിൽ ജീവിക്കുന്ന വ്യക്തികൾക്കപ്പുറത്തേക്ക് സാധാരണക്കാരായ രണ്ട് വ്യക്തികളായിട്ട് ആളുകൾക്ക് ഇവരെ കണക്ട് ചെയ്യാൻ കഴിയും. ഇത് ഒരു ഒബ്ജക്റ്റീവ് ഫാക്ട് ആണെന്നല്ല ഞാൻ പറയുന്നത്, ഇതൊരു പെർസെപ്ഷൻ ആണെന്നാണ്. കാരണം പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ പെർസെപ്ഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പിന്നെ തുടക്കം സിനിമ റിലീസ് ചെയ്തു. ഇവിടെയാണ് പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ റിയൽ ടെസ്റ്റ് ഇരിക്കുന്നത്. ഇന്റർവ്യൂവിൽ നന്നായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് ഒരു സിനിമയും ഇവിടെ സക്സസ്ഫുൾ ആയിട്ടില്ല. അങ്ങനെ ആകുമായിരുന്നെങ്കിൽ ഇവിടെ എത്രയോ സിനിമകൾ സക്സസ്ഫുൾ ആവേണ്ടിയിരുന്നു അല്ലേ? ഇനിയൊരു സ്റ്റാർ പരിവേഷമുള്ള നടന്റെ മകളായതുകൊണ്ടും ഒരു സിനിമയും സക്സസ്ഫുൾ ആവാൻ പോകുന്നില്ല. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കൊണ്ടോ മോഹൻലാലിന്റെ മകളായതുകൊണ്ടോ ഒന്നും വിസ്മയുടെ ഫിലിം ഇവിടെ സക്സസ്ഫുൾ ആവുകയില്ല. സിനിമയിൽ വിസ്മയുടെ പെർഫോമൻസ് ഉണ്ടാവണം. പല ആളുകൾ പല രീതിയിൽ സിനിമയെ വിമർശിച്ചു. ചിലർക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല, ചിലർക്ക് ഇതൊരു ടെംപ്ലേറ്റ് പാറ്റേൺ ഫോളോ ചെയ്യുന്ന ഒരു സിനിമയാണെന്ന് തോന്നി. വളരെ സേഫ് ആയിട്ട് ജൂഡ് ആന്റണി ചിത്രീകരിച്ച ഒരു സിനിമയായിട്ട് തോന്നി. വിസ്മയ്ക്ക് ഒരു സേഫ് ലാൻഡിങ് കൊടുത്ത പോലത്തെ സിനിമയായിട്ട് തോന്നി. അങ്ങനെയൊക്കെ പല അഭിപ്രായങ്ങൾ ഇവിടെ വന്നു. പക്ഷേ
വിസ്മയക്ക് പൊട്ടൻഷ്യൽ ഉണ്ട്, ഇതിനെയും ഇമ്പ്രൂവ് ചെയ്യണം. പ്രണവ് ഇങ്ങനെ അഭിനയത്തെ ഊതിക്കാച്ചി എടുത്തതുപോലെ വിസ്മയക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. വിസ്മയക്ക് ടാലന്റ് ഉണ്ട്, വിസ്മയ ഉറപ്പായിട്ടും ഇനിയും മുന്നിലേക്ക് പോകേണ്ട ആളാണ് എന്നൊക്കെയുള്ള പൊതു അഭിപ്രായങ്ങളും ഉണ്ടായി. കൂടുതൽ ആളുകളും വിസ്മയുടെ ആദ്യത്തെ സിനിമയല്ലേ എന്നും കൂടെ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടായിരിക്കും ഒരു പുതുമുഖ നടി എന്ന നിലയിൽ ഇവരുടെ അഭിനയം പോരാ എന്നൊക്കെ കണ്ണടച്ച് പറയുന്നതിനപ്പുറത്തേക്ക് ഇത് ഇവരുടെ ഫസ്റ്റ് ഫിലിം അല്ലേ, ഇതിങ്ങനെയൊക്കെ അല്ലേ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നത്. ഇതിനു മുമ്പ് റിലീസായിട്ടുള്ള പുതുമുഖ നടന്മാരുടെയും നടിമാരുടെയും ഒക്കെ സിനിമയെ ഇങ്ങനെ സിമ്പിളായിട്ട് ആളുകൾ പറഞ്ഞിട്ടുണ്ടോ, അത് അവരുടെ ആദ്യത്തെ സിനിമയല്ലേ, കുഴപ്പമില്ല എന്നൊക്കെ സംസാരിച്ചായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും വിസ്മയുടെ കാര്യത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? ഇവിടെയാണ് ആളുകളിലേക്ക് വിസ്മയുടെ പേഴ്സണൽ ബ്രാൻഡിങ് എത്രത്തോളം എഫക്റ്റ് ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിസ്മയ ഇന്റർവ്യൂവിലൊക്കെ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്, വളരെ നെർവസ് ആയിട്ടാണ് സംസാരിക്കുന്നത്. സിനിമയെ പറ്റി പോലും ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ ഒരു സിനിമ ഭയങ്കരമായിട്ട് അഭിനയിച്ചു വെച്ചിരിക്കുന്നു എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഭയങ്കരമായ പേടിയുണ്ട്, സിനിമ റിലീസ് ചെയ്യുന്നതിനെ പറ്റി പേടിയുണ്ട്, ആദ്യത്തെ സിനിമയായിട്ടുള്ളതിൻ്റെ എല്ലാ ടെൻഷനും ഉണ്ട്. എല്ലാ ദിവസവും വിസ്മയ ഭയങ്കര ടെൻഷനായിട്ട് തന്നെയായിരുന്നു സെറ്റിൽ കാണപ്പെട്ടതെന്ന് ഡയറക്ടർ പറയുന്നുണ്ടായിരുന്നു. ഒരു പുതിയ സിനിമയാണ്, അത് വിസ്മയുടെ ചെറിയൊരു തുടക്കമാണ്, അതൊരു ചെറിയ തുടക്കമായിട്ട് മാത്രം കണ്ടാൽ മതി, ഭയങ്കരമായിട്ടുള്ളൊരു സിനിമയല്ല എന്ന് ലാലേട്ടൻ എല്ലാ ഇന്റർവ്യൂവിലും എടുത്തെടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന മീഡിയയുടെ മുന്നിൽ വളരെ പോളിഷ്ഡായിട്ട് സംസാരിക്കാത്ത വളരെ സാധാരണക്കാരിയായ ഒരു വിസ്മയ. ആ വിസ്മയുടെ ഒരു സാധാരണക്കാരിയുടെ സിനിമയായിട്ടാണ് ആളുകൾക്ക് ഈ സിനിമയെ കാണാൻ കഴിഞ്ഞത്. ഈ പറയുന്ന ഇംപെർഫെക്ഷൻ, ഒരു സാധാരണക്കാരി എന്ന നിലയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ രീതികളും, സ്റ്റാർ കിട്ടുന്ന പരിവേഷമില്ലാത്ത ഈ പെരുമാറ്റങ്ങളെയൊക്കെ തന്നെയാണ് സ്ക്രീനിലും ആളുകൾ വിസ്മയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ആ സിനിമയെ വളരെ നെർവസ് ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്ത വിസ്മയുടെ ആ ഫിലിമിൽ നിന്നും ഇത്രത്തോളം പെർഫെക്ഷനാണ് ആളുകൾക്ക് കിട്ടാൻ സാധ്യത ഉള്ളത് എന്നുള്ളൊരു ഇമ്പാക്റ്റ് വിസ്മയക്ക് ഈ പറയുന്ന ഇന്റർവ്യൂകളിലൂടെയൊക്കെ കൊടുക്കുവാനായിട്ട് സാധിച്ചു. പ്രതീക്ഷയുടെ അമിത ഭാരം ഇന്റർവ്യൂകളിലൂടെ വിസ്മയുടെ മുകളിലേക്ക് ഓഡിയൻസ് വെച്ചില്ല എന്നുള്ളതാണ് ചുരുക്കത്തിൽ പറയേണ്ടത്. എന്നാൽ ഇവൾ ഭയങ്കരമായിട്ടുള്ള നടിയാണ്, ഭയങ്കര ഞെട്ടിക്കുന്ന പ്രകടനമായിരുന്നു, ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടാണ് ഈ സിനിമയിൽ അഭിനയിച്ചു വെച്ചിരിക്കുന്നത്, പലതും കണ്ടപ്പോൾ ഞെട്ടിത്തരിച്ചു പോയി, ലാലേട്ടനെ മറികടന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ വിസ്മയ എന്തോ വലിയ രീതിയിലുള്ളൊരു സിനിമ ചെയ്തു വെച്ചിരിക്കുന്നു എന്നുള്ളൊരു ഇമ്പാക്റ്റ് ആളുകൾക്ക് ഒരു പക്ഷേ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെയൊക്കെ വളരെ ലൈറ്റ് ആയിട്ട് തന്നെയാണ് ഇവർ ഈ സിനിമയെ അവതരിപ്പിച്ചതും വിസ്മയെ അവതരിപ്പിച്ചതും. ഈ സിനിമയ്ക്ക് ഉണ്ടാവുന്ന കുറവുകൾ വളരെ നോർമലായിട്ട് ആളുകൾക്ക് ഫീൽ ചെയ്യാനുള്ള സാഹചര്യം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഫ്ലോസ് ഒക്കെ ഉള്ള ഒരു ആക്ട്രസ് ആയിട്ടാണ് വിസ്മയെ ആളുകൾ മനസ്സിലാക്കിയത്. ഇനിയും ഇംപ്രൂവ് ചെയ്യാനുണ്ട്, അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് ആളുകൾക്ക് പറയാൻ തോന്നിയത്. എല്ലാവിധ പെർഫെക്ഷനോടും കൂടിയ പ്രോപ്പർ സ്റ്റാർ കിഡായിട്ട് വിസ്മയ നമ്മുടെ മുന്നിൽ വന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ സിനിമയെ ആളുകൾ അത്രമേൽ അംഗീകരിക്കുമായിരുന്നില്ല. അത്രത്തോളം പെർഫെക്ഷനും കഥയുടെ വലിപ്പവും ആളുകൾ അറിയാതെ തന്നെ എക്സ്പെക്ട് ചെയ്തിരുന്നേനെ. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഈ സിനിമയെയും വിസ്മയെയും ലൈറ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യുവാൻ ഓഡിയൻസ് റെഡിയായി. കംപ്ലീറ്റ്ലി സ്ട്രേഞ്ചർ ആയിട്ട് വിസ്മയ മോഹൻലാൽ എന്ന ഐഡന്റിറ്റിയിൽ മോഹൻലാലിന്റെ മകളായിട്ട് നമ്മുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ട വിസ്മയെ പതുക്കെ പതുക്കെ നമ്മൾ അടുത്തറിഞ്ഞ് സാധാരണക്കാരിയായ നമ്മുടെ ഇടയിലുള്ള ഒരു കുട്ടിയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയത് കൊണ്ട് തന്നെ ആ സിനിമയെ നമ്മുടെ ഇടയിലുള്ള ഒരു വ്യക്തി ചെയ്ത ഫസ്റ്റ് ഫിലിമായിട്ട് നമുക്ക് കാണുവാനും മനസ്സിലാക്കാനും ഇഷ്ടപ്പെടാനും ഒക്കെ കഴിയും. ഇതൊക്കെ ഒരു PR പ്ലാൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്തതാണെന്നൊന്നും ഞാൻ ഇവിടെ പറയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള പ്രൂഫ് എൻ്റെ കയ്യിലില്ല. പക്ഷേ ഇതൊക്കെ തനിയെ രൂപപ്പെട്ടതാവാം. ഇന്റർവ്യൂസ് ഒക്കെ കൊണ്ട് തന്നെ വിസ്മയ്ക്ക് ആളുകൾ ഇങ്ങനെ ഒരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ നാച്ചുറൽ ആയിട്ട് ഓർഗാനിക്കലി സംഭവിച്ചു പോയതായിരിക്കും. പക്ഷെ അത് വലിയൊരു ഇമ്പോർട്ടന്റ് ഘടകമായിട്ട് വിസ്മയുടെ കരിയറിലേക്ക് മാറുകയാണ് ചെയ്തത്. തുടക്കം എന്ന് പറയുന്ന ഫിലിം സക്സസ്ഫുൾ ആണോ, ബോക്സ് ഓഫീസ് ഹിറ്റ് ആണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയാൻ കഴിയും. OTT റിലീസിനപ്പുറത്തേക്കൊക്കെ ആളുകൾ എങ്ങനെയാണ് ഫിലിമിനെ എടുക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം. എടുത്തു പറയേണ്ട ഒരു കാര്യം, ആളുകൾ നിങ്ങളെ എങ്ങനെ ഓർക്കപ്പെടണം എന്നുള്ളത് റിപ്പീറ്റഡ് ആയിട്ട് അവരിനി എങ്ങനെ സംസാരിക്കുന്നു. ഇതിൽ നിന്ന് വിസ്മയ്ക്ക് വരുന്ന ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ ഓർഗാനിക്കലി സംഭവിച്ചതാണ്. അതായത് സംസാര രീതിയിലുള്ള കോൺഫിഡൻസ് ഒക്കെ ഓർഗാനിക്കലി സംഭവിച്ചു എന്നൊക്കെ ആളുകൾക്ക് തോന്നുകയാണെങ്കിൽ വിസ്മയ എപ്പോഴും ആളുകൾക്ക് കണക്ട് ചെയ്തതായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഇതിൽ നിന്ന് വ്യത്യസ്തമായൊരു രീതിയിൽ വിസ്മയ സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇത് വിസ്മയ ആക്ട് ചെയ്തതാണ് എന്നുള്ളൊരു ഇമ്പാക്റ്റും ആളുകളിലേക്ക് ഉണ്ടായേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.